മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ എത്ര വലിയ തെറ്റാകുന്നു ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഓർക്കാറില്ല. ചില ആളുകൾ മറ്റുള്ളവർ തെറ്റിൽ വീഴുവാൻ തന്നെ കാത്തിരിക്കും. വീണു കഴിഞ്ഞാൽ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും. അതിനവർക്ക് പല ന്യായങ്ങളും കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അത് എത്ര വലിയ തെറ്റാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും തെറ്റ് തിരുത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം അങ്ങനെ ചെയ്യുന്നത് അയാളോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് ഉറപ്പാക്കണം. അല്ലാതെ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, അതാകരുത്. നമുക്ക് മുഷിച്ചിൽ ഉണ്ടായതിനാലോ നമ്മെ ബുദ്ധിമുട്ടിച്ചതിനാലോ അയാളെ കുത്തിനോവിക്കുവാനുള്ള ശ്രമമാകരുത്. തെറ്റ് ചെയ്ത ആളിനേക്കാൾ നല്ലവനാകുന്നു ഞാൻ എന്ന ഭാവവും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളിനുണ്ടാകരുത്. ഇയ്യോബിൻ്റെ കഷ്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും വന്ന സ്നേഹിതരെല്ലാം ഇപ്പോൾ അവൻ്റെ ശത്രുക്കളെപ്പോലെ പെരുമാറുന്നത് നാം കാണുന്നു. അവർ പറയുന്നതിന് ഇയ്യോബ് വഴങ്ങാത്തതിനാൽ അവർ അരിശം മൂത്ത് കുത്തുവാക്കുകൾ ഉപയോഗിച്ച് വേദനയ്ക്ക് മുകളിൽ വേദനയുണ്ടാക്കുകയാണ്. എത്ര ശോചനീയമായ ഒരു അവസ്ഥയിലെ. നമുക്ക് ആ ഭാഗം തന്നെ നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-20 അധ്യായങ്ങൾ. വളരെ ചിന്തിപ്പിക്കുന്ന ചില ചിന്തകളാണ് ഇവിടെയുള്ളത്. എടുത്താട്ടെ ഇയ്യോബിൻ്റെ പുസ്തകം 19-20 അധ്യായങ്ങൾ. പത്തൊൻപതാം അധ്യായത്തിൽ ഇയ്യോബ് ബിൽദാദിന് മറുപടി നൽകുന്നു. ഇയ്യോബ് ചെയ്യുവാൻ തുടങ്ങുന്ന അബദ്ധം എന്തെന്നാൽ അവർ തെറ്റാകുന്നു എന്നവനറിയാം, എന്നാൽ അവരുടെ തെറ്റ് അവനെ ശരിയാക്കുന്നില്ല. അവൻ്റെ മനോഭാവവും തെറ്റാണ്. ഈ സമയത്ത് അവന് ദൈവത്തെക്കുറിച്ചും ഒരു തെറ്റായ ധാരണയാകുന്നു ഉള്ളത്. ഇടയ്ക്കിടെ പ്രകാശം ലഭിക്കുന്നതായി നാം കാണുന്നുണ്ട്. അത്രമാത്രം. 18-ാം അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞല്ലോ. 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇയ്യോബിൻ്റെ ഈ സ്നേഹിതരെന്ന് പറയുന്നവർ അവൻ്റെ പ്രതിരോധം എല്ലാം തകർത്തതുപോലെ തോന്നുന്നു. 3-ാം വാക്യം, ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. അവർ എത്രയധികം സംസാരിച്ചോ അത്രയും അധികം ഇയ്യോബിൽ നിന്നും അകന്നു. അവർ ശരിയായിരുന്നില്ല, ഇയ്യോബും ശരിയായിരുന്നില്ല. തൻ്റെ സ്നേഹിതർ തെറ്റായിരുന്നതിനാൽ താൻ ശരിയാകുമെന്ന് ഇയ്യോബ് ചിന്തിച്ചു. ഇയ്യോബിൻ്റെ മനസ്സും ജീവിതവും ദൈവസന്നിധിയിൽ തുറന്നതായിരുന്നെങ്കിൽ അവൻ എങ്ങനെ ഒരു നിലപാടായിരുന്നിരിക്കും എടുക്കുന്നത്? ഇത് ഇവിടെ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഞാൻ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയട്ടെ. ഞാൻ ചിന്തിക്കുന്നത് അവൻ അവൻ്റെ സ്നേഹിതർക്ക് മറുപടി കൊടുക്കുകയില്ലായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മിൽ അനേകരും ചിന്തിക്കുന്നത് നാം നമ്മെ തന്നെ ന്യായീകരിച്ചാൽ രക്ഷപ്പെടുമെന്നാണ്. ഒരുതരം പ്രതിരോധ വലയം നാം തന്നെ നമ്മുടെ ചുറ്റുമുണ്ടാക്കിയെടുക്കാറുണ്ട്. പ്രസംഗിക്കുവാനും വചനം പഠിപ്പിക്കുവാനുമുള്ള വരം ദൈവം എനിക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, ഈ വരം ഉണ്ടായിരിക്കുക എന്നാൽ വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയിലാണ്. കാരണം ഈ വരത്താൽ വെടിയുണ്ട ഏൽക്കുവാനും അതെ വിമർശനം രൂക്ഷമായി അഭിമുഖീകരിക്കേണ്ടതായ ഒരു സ്ഥാനത്താണ് ഞാൻ. അതിൻ്റെ വിശദമായ വശങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആളുകൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കുന്നില്ല? നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ചെറിയ പുസ്തകം എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന്. ഞാൻ എഴുതാം, എന്നാൽ അതെന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് തരാമോ താങ്കൾക്ക്? ഒരിക്കൽ ഒരു വ്യക്തി, അതും ഞാൻ അറിയുന്ന ഒരാൾ, എന്നെ വിമർശിച്ചുകൊണ്ട് കത്തെഴുതി. അതിനു പുറമെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യം പലരോട് പറഞ്ഞു. ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടി ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകനെയും കൂട്ടി യാത്രയായി. പോകുന്ന വഴിക്ക് എൻ്റെ സ്നേഹിതൻ എന്നോട് ചോദിച്ചു, ഇനി നാം പോയി അയാളോട് പറഞ്ഞാൽ എന്താണ് പ്രയോജനം? അയാൾ ഈ തെറ്റ് വിശ്വസിച്ചു എന്ന് വ്യക്തമാണ്. അയാൾ നമ്മുടെ സന്ദർശനത്താൽ കുറെ കൂടി ഉറയ്ക്കുവാനേ സാധ്യതയുള്ളൂ. ദൈവം തന്നെ ഈ കാര്യം ഭരമേൽക്കട്ടെ എന്ന്. അപ്പോഴാണ് എൻ്റെ കണ്ണു തുറന്നത്. ഞാൻ മടങ്ങിപ്പോന്നു. ശരിയാണ്, ഞാൻ എന്നെ ന്യായീകരിച്ച് 4 പേരോട് പറയുമ്പോൾ എന്നെക്കുറിച്ചില്ലാത്തത് പറയുന്ന ആൾ 40 പേരോട് പറഞ്ഞു എന്ന് വരും.
പിന്നെ എന്നെ ന്യായീകരിക്കുവാൻ മാത്രമേ എനിക്ക് സമയം കാണൂ. അതുകൊണ്ട് എൻ്റെ മുൻഗണന അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുക. ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുവാൻ ഓടി നടക്കേണ്ടതില്ല. ആരോ പറഞ്ഞു, നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ സ്നേഹിതർക്ക് ഒരു വിശദീകരണം ആവശ്യമില്ല. നിങ്ങളുടെ ശത്രുക്കൾ എങ്ങനെ തന്നെയാണെങ്കിലും വിശ്വസിക്കുവാൻ പോകുന്നുമില്ല. പിന്നെ മിനക്കെടുന്നത് എന്തിന് എന്ന്. വാസ്തവമാണല്ലേ? അതിൻ്റേതായ സമയത്ത് ഓരോന്നും അത് തന്നെ മറുപടി നൽകിക്കൊള്ളും. ഈ വക വിഷയങ്ങളിൽ ഒരു വ്യക്തി തന്നെ തന്നെ ന്യായീകരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം, ഇയ്യോബ് അവൻ്റെ ഈ സ്നേഹിതർക്ക് മറുപടി കൊടുക്കുകയേ ചെയ്യരുതായിരുന്നു എന്നത്രേ. അവൻ ശാന്തമായി തല കുനിക്കുക മാത്രമായിരുന്നു വേണ്ടത്. അവർ പറഞ്ഞതെല്ലാം ശാന്തമായി ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം അവരോട് ഗുഡ് ബൈ പറഞ്ഞ് മുൻപിലത്തെ വാതിൽ കാണിച്ച് അതിലൂടെ അവരെ വെളിയിലേക്ക് അയക്കണമായിരുന്നു. എന്നാൽ ഇയ്യോബ് ഇപ്പോൾ തന്നെ തന്നെ സംരക്ഷിക്കുവാൻ പാടുപെടുകയാണ്. അതുകൊണ്ട് അവൻ തന്നെ നാണക്കെട്ടു എന്ന് പറഞ്ഞാൽ മതി. തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിച്ച ആകെ കുഴപ്പത്തിലായ പല ദൈവമക്കളെയും എനിക്കറിയാം. അവർ അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു. അതേസമയം തങ്ങൾക്കുണ്ടായ പ്രതിസന്ധിയിൽ സകലവും ദൈവത്തിൽ ഭരമേൽപ്പിച്ച് സ്വയരക്ഷയ്ക്കായി ഒന്നും ചെയ്യാതെ ഇരുന്ന പലരും വിജയിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാലം തന്നെ അവരുടെ സത്യസന്ധത തെളിയിച്ചു. ഇയ്യോബ് മിണ്ടാതിരിക്കുക എന്ന നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇതാണ് എൻ്റെ പക്ഷം. തന്നെ തന്നെ ന്യായീകരിക്കുന്ന ഒരു വിധത്തിൽ അവൻ വരരുതായിരുന്നു. അവൻ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു. അവൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അവനെ 10 പ്രാവശ്യം നിന്ദിക്കുമായിരുന്നില്ല. അവനത് കാണുന്നില്ലായിരിക്കും. ഈ കുറ്റപ്പെടുത്തലുകളുടെയും നിന്ദയുടെയും വിമർശനത്തിൻ്റെയും ഒക്കെ സമ്മർദ്ദമുണ്ടാകുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്വയരക്ഷയ്ക്ക് ഇറങ്ങുകയാണ് പതിവല്ലേ? 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ തെറ്റിപ്പോയത് വാസ്തവം എന്ന് വരികിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. എന്നിൽ എന്തെങ്കിലും തെറ്റ് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അതറിയൂ. അവൻ്റെ സ്നേഹിതർ അത് അവനിൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നവരായിരുന്നില്ല. ഇവിടുത്തെ സൂചന അവൻ തന്നിലെ തെറ്റിനെക്കുറിച്ച് ബോധവാനും അല്ലായിരുന്നു. ആരോ പറഞ്ഞു, കർത്താവ് നമ്മെ പൂർണ്ണരായി സൃഷ്ടിച്ചില്ല, എന്നാൽ നമ്മുടെ തെറ്റുകൾ കാണാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു എന്ന്. അതെ, കർത്താവ് ആ കാര്യത്തിൽ ഉത്തരവാദിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പ്രസ്താവന ശരിയാണെന്ന് വന്നേക്കാം. നാം പൂർണ്ണരല്ല, എന്നാൽ നമ്മിൽ അധികം പേരും നമ്മുടെ തെറ്റുകൾ കാണുവാൻ കഴിവില്ലാത്തവരാകുന്നു എന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇയ്യോബ് തൻ്റെ ഒരു വലിയ പങ്ക് കുറവുകളും കാണുവാൻ കഴിയാത്തവനായിരുന്നു. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ചു. എൻ്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നു എങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞു. തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവീൻ. ഇയ്യോബ് ഒരു വലയിൽ കുടുങ്ങി എന്ന് ബിൽദാദ് പറയുകയുണ്ടായി. എന്നാൽ ഇയ്യോബ് പറയുന്നത് ദൈവമാണ് അങ്ങനെ ചെയ്തത് എന്നത്രേ. അവൻ അതിനൊരു വിശദീകരണം തന്നിട്ടുമില്ല. ദൈവം ഇയ്യോബിനോട് വിവരിക്കാത്ത ഏതോ ഉദ്ദേശത്തിനായി ഇത് ചെയ്തതാകുന്നു എന്ന് വരരുതോ? തീർച്ചയായും അങ്ങനെ ആകാവുന്നതാണ്. എന്നാൽ അവൻ്റെ സ്നേഹിതന്മാർ ഉറപ്പായി വിശ്വസിക്കുന്നത് അവർ പറയുന്ന വിശദീകരണമാകുന്നു ശരി എന്നത്രേ. ഇപ്പോൾ അവൻ തൻ്റെ സ്നേഹിതരോട് യാചിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം തന്നോട് കഠിനമായി ഇടപെടുന്നു എന്ന് ഇയ്യോബ് പറയുന്നതാണ്. അതിനെന്തെങ്കിലും വിശദീകരണം ഉണ്ടാകുമെന്നാണ് അവൻ്റെ പക്ഷം. തൻ്റെ സ്നേഹിതന്മാർ നൽകുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ആ ഉദ്ദേശം എന്ത് എന്ന് തനിക്കറിയില്ല എന്ന് ഇയ്യോബ് ഏറ്റുപറയുന്നു. തൻ്റെ സ്നേഹിതർ തന്നെ എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നും തൻ്റെ പരിചയക്കാർ തന്നെ അകറ്റിക്കളഞ്ഞു എന്നും തൻ്റെ സഹോദരന്മാർ തന്നെ മറന്നു കളഞ്ഞു എന്നും തൻ്റെ വീട്ടിൽ പാർക്കുന്ന ദാസിമാർ തന്നെ അന്യനായി എണ്ണുന്നു എന്നും അവൻ്റെ ദാസന്മാർ അവൻ്റെ വിളി കേൾക്കാതിരിക്കുന്നു എന്നും താൻ ഭാര്യയ്ക്ക് എങ്ങനെ അപരിചിതനായെന്നും ഒക്കെ ഇയ്യോബ് വിശദീകരിക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും അവനെ നിന്ദിക്കുന്നു. അവൻ മെലിഞ്ഞ് അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. തൻ്റെ സ്നേഹിതരോട് അവൻ സഹതാപത്തിനായി കേഴുകയാണ്. എത്ര ശോചനീയമായൊരവസ്ഥയില്ലേ? ആരും കരഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. 23-24 വാക്യങ്ങളിൽ, അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വായിക്കുന്നു. തൻ്റെ വാക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് ആഗ്രഹിക്കുന്നു. തൻ്റെ ഏറ്റവും മോശമായ ശത്രു അതെഴുതുവാൻ അവൻ ആഗ്രഹിക്കുമായിരുന്നു. പാറയിൽ സദാകാലത്തേക്കും അത് കൊത്തിവെച്ചെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ അവന് പറയാമായിരുന്നു, നോക്കൂ, ഇതാണ് എൻ്റെ ശത്രു എന്നെക്കുറിച്ച് പറയുന്നത്. അവൻ എന്നെ വാഴ്ത്തുകയാണ് വേണ്ടത്.
അതെ, നിങ്ങളുടെ ജീവചരിത്രം നിങ്ങളെ ഏറ്റവും അധികം പകയ്ക്കുന്ന ശത്രു എഴുതുവാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ? എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് പോലും അതെഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുമോ എന്നുറപ്പില്ല. അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. അവിടെ അത് കൃത്യമായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട സംഗതി. തുടർന്ന് ഇയ്യോബ് തൻ്റെ വലിയ വിശ്വാസം പ്രകടമാക്കുന്നു. അവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ അവൻ്റെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞു വന്നവർ പരമാവധി പരിശ്രമിച്ചു. ആയത് യഥാർത്ഥത്തിൽ സാത്താൻ്റെ ഒരു ചതിയായിരുന്നു. അവൻ്റെ സ്നേഹിതരിൽ കൂടി ഇയ്യോബിനെ താഴ്മയില്ലാത്ത ഒരു സ്ഥാനത്ത്, ഇപ്പോഴും തന്നെ തന്നെ ദൈവം മുൻപാകെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരിടത്ത് പിശാച് കൊണ്ടെത്തിച്ചു. എന്നാൽ ഇയ്യോബ് ഇതുവരെ അടിയിലെത്തിയിട്ടില്ല. ഈ സ്നേഹിതർ ഇവനെ ഇതുവരെ മുഴുവനായി തകർത്തിട്ടില്ല. അവന് ദൈവത്തിൽ ജീവനുള്ള യഥാർത്ഥമായൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇവിടെ ഇതാ അവൻ തിരുവചനത്തിലെ അതിമഹത്തായ പ്രസ്താവനകളിൽ ഒന്ന് നടത്തുന്നു. പ്രസ്താവന ശരിയാകുന്നെന്ന് മാത്രമല്ല, ഇത് പറയുന്ന മനുഷ്യൻ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു പാവമാകുന്നു എന്നത് ഈ പ്രസ്താവന കൂടുതൽ അർത്ഥവത്താക്കുന്നു. അവന് സകലവും നഷ്ടമായി. ഇതിനേക്കാൾ പരിതാപകരമായ ഒരവസ്ഥയെക്കുറിച്ച് ആർക്ക് ചിന്തിക്കുവാൻ കഴിയും സുഹൃത്തെ? അവൻ സർവശക്തൻ്റെ ശിക്ഷണത്തിലാകുന്നു. അവൻ്റെ പുറത്തെ അടി അവനറിയാം. എന്നിട്ടും അവന് പറയുവാൻ കഴിയുന്നത് 25 മുതലുള്ള വാക്യങ്ങൾ: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. 27 വാക്യത്തിൽ: ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ പാടുവാൻ സാധിക്കുമല്ലേ? എത്ര മനോഹരമായ പ്രത്യാശ, എത്ര ആഴമേറിയ വിശ്വാസം, ആർക്കും ആശ്വാസം തരുന്ന പ്രസ്താവന. അത് ഇതുപോലെയുള്ളൊരു മനുഷ്യൻ പറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ആനന്ദിക്കുവാൻ സാധിക്കും, ആശ്വസിക്കുവാൻ സാധിക്കും. ഇയ്യോബ് ആദ്യം രോഗിയായി തൻ്റെ എല്ലാ കഷ്ടങ്ങളെക്കുറിച്ചും ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ തനിക്ക് മരിക്കണമെന്ന് അവൻ പറഞ്ഞു. അവൻ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. തൻ്റെ കഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്ന ശാരീരിക മരണത്തെക്കുറിച്ചാണ് അവൻ അന്ന് പറഞ്ഞത്. അത് വ്യക്തമാണ് എന്ന് തോന്നുന്നു. അവൻ വീണ്ടും ഉയർക്കുമെന്നവൻ അറിയാമായിരുന്നു. തൻ്റെ ജഡത്തിൽ താൻ ദൈവത്തെ കാണും എന്ന് അവൻ അറിയാമായിരുന്നു. മരണത്തിന് ശേഷം തൻ്റെ ശരീരം പുഴു നശിപ്പിച്ചെന്നാലും തൻ്റെ ശരീരത്തിൽ താൻ ദൈവത്തെ കാണും എന്നവൻ ഉറപ്പുണ്ടായിരുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ അവൻ വിശ്വസിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ശരീരങ്ങൾ പൊടിയിലേക്ക് തിരികെ ചേരുവാൻ പോവുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവരുടെ ശരീരങ്ങൾ ഉറങ്ങുവാൻ വയ്ക്കും. എന്നാൽ ആത്മാവ് ഉടനെ തന്നെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ പോകും. എത്ര ആശ്ചര്യകരമാകുന്നു ഇത്! ഏതു വലിയ കഷ്ടത്തിലും ഒരു ദൈവ പൈതലിന് സന്തോഷിക്കുവാൻ സാധിക്കും. പ്രതിസന്ധികളും കഷ്ടങ്ങളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഹൃദയഭാഗത്തിതാ ഉറപ്പിൻ്റേതായൊരു പ്രസ്താവന: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പണ്ട് ഇസ്രായേലിൽ ഒരു വീണ്ടെടുപ്പുകാരൻ എന്നാൽ ഒരു അടിമയെ സ്വതന്ത്രനാക്കുകയോ ഒരു വിധവയെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന അതേ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായിരുന്നു. എത്ര ആശ്ചര്യകരമായൊരു വിശ്വാസമാണ് ഇയ്യോബിനുണ്ടായിരുന്നത്! പ്രത്യേകിച്ച് ദൈവവും സാത്താനും കൂടി ഉണ്ടായ സംഭാഷണത്തെക്കുറിച്ച് യാതൊന്നും അറിയുവാൻ കഴിയാതിരുന്ന ഒരവസ്ഥയിലെ പ്രതികരണം. തനിക്കുണ്ടായ കഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളെല്ലാം ദൈവമാണ് കൊണ്ടുവന്നതെന്ന് ഇയ്യോബ് ചിന്തിച്ചു. മരണത്തെയും ശരീരം നശിച്ചു പോകുന്നതിനെയും അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ഇയ്യോബ് ദൈവത്തെ കാണാം എന്നുറപ്പായി വിശ്വസിക്കുന്നു. അതും തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ അവൻ ദൈവത്തെ കാണുമെന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടപ്പോൾ ഈ പഠിപ്പീര് ശരിക്കും അറിയപ്പെട്ടിരുന്ന ഒന്നല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ദൈവം ഇപ്പോൾ തനിക്കെതിരായിട്ടാണ് എന്നുള്ള ആശയത്തിൽ ഇയ്യോബ്
പതറിയെങ്കിലും അന്ത്യത്തിൽ ദൈവം അവൻ്റെ വശത്ത് തന്നെ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായി വിശ്വസിച്ചു. ഈ വിശ്വാസം എത്ര ശക്തമാണെന്ന് ഓർക്കണം. ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് സംസാരിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് ഇയ്യോബ്. ഈ വലിയ പ്രസ്താവന നടത്തിയതിന് ശേഷവും ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരോട് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 28-29 നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേടിപ്പീൻ. ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു. ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളുവീൻ. എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയെ പേടിക്കുന്നില്ലേ? അവരുടെ കുറ്റാരോപണങ്ങൾക്കെല്ലാം പുറത്ത് ഇയ്യോബ് തൻ്റെ വിശ്വാസം കാത്തു. വീണ്ടെടുക്കുന്നവൻ വരുന്നെന്നും അവനെയും വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്നു എന്നും അവൻ വിശ്വസിക്കുന്നു. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സോഫറിൻ്റെ ആ സംസാരമാണ് വീണ്ടും നാം കാണുന്നത്. സ്നേഹിതന്മാരുടെ 2-ാം വട്ട സംവാദത്തിലും ഒടുവിൽ സംസാരിച്ചത് സോഫറായിരുന്നു. ഈ പ്രാവശ്യവും സോഫർ 3-ാമതാണ് വന്നത്. ഇനിയും 3-ാമത്തെ ഒരു സംവാദമുണ്ട്. അത് ചുരുക്കമായിരിക്കും. അതിൽ സോഫർ വരുന്നതേ അല്ല. സോഫറിന് സംസാരിക്കുവാൻ ഒരവസരം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ആ സംസാരം അവസാനിക്കും. സോഫർ നിയമവാദിയാകുന്നു എന്നോർക്കുമല്ലോ. ദൈവം നിയമം കൊണ്ടും ആജ്ഞകൾ കൊണ്ടുമാണ് പ്രവർത്തിക്കുന്നതെന്നത്രേ സോഫറിൻ്റെ വാദം. തീർച്ചയായും അത് വാസ്തവമാണ്. എന്നാൽ നിയമത്തിൻ്റെയും ആജ്ഞയുടെയുമായ ആ നീതിപീഠം ഒരു കൃപാസനമായി തീർന്നു എന്നോർക്കണം. സോഫറിന് അതിനെക്കുറിച്ച് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് നാം പറയുകയാണെങ്കിൽ പറയും സോഫറിനൊരു ശാസ്ത്രീയമായ മനസ്സായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അവൻ ചിന്തിക്കുന്നത്, നിങ്ങൾ ജീവിതത്തെ ഒരു ടെസ്റ്റ് ട്യൂബിലേക്കൊഴിച്ച് പരിശോധിച്ചാൽ എപ്പോഴും ഒരു പ്രത്യേക വിധത്തിലായിരിക്കും എല്ലാം പുറത്തു വരുന്നതെന്നത്രേ. കാര്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല. ലോകസ്ഥാപനം മുതലെല്ലാം ഒരുപോലെ തന്നെ തുടരുന്നു എന്ന് അവനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് അവന് യാതൊന്നും അറിയില്ല. 4+3 = 7 എന്നതിൽ നിന്നും വ്യതിചലിക്കുവാൻ അവൻ തയ്യാറുമല്ല. അതിൻ പ്രകാരം അവൻ എല്ലാവരെയും വിലയിരുത്തുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവൻ ശക്തമായി വരുന്നു. മുമ്പത്തേതിനേക്കാളും മതിപ്പ് കുറഞ്ഞ ഒരു സ്ഥിതിയിലാണ് അവനിപ്പോൾ. ഇപ്പോൾ അവൻ പണ്ടത്തേതിനേക്കാൾ ക്രൂരമായും മൃഗീയമായുമാണ് ഇടപെടുന്നത്. അവൻ അല്പം കഠിനനാണ്. അവൻ ഇയ്യോബിനെ അല്പം ശക്തിയായി തന്നെ ഇടിക്കുന്നു. കാരണം തനിക്കുള്ള ഒടുവിലത്തെ സന്ദർഭമാകുന്നു ഇതെന്ന് അവൻ മനസ്സിലാക്കി കാണും. അവൻ പുതുതായി ഒന്നും തന്നെ പറയുന്നില്ലെങ്കിലും അവൻ കോരിച്ചൊരിയാവുന്നതെല്ലാം കോരിച്ചൊരിയുന്നു. നിയമവാദത്തിൽ തന്നെയാണ് അവൻ്റെ നിൽപ്പ്. ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുമെന്ന നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ പറയുന്നത് ഇയ്യോബ് വളരെ ദുഷ്ടനായൊരു വ്യക്തിയാകുന്നു എന്നാണ്. അതായിരിക്കും അവനിവിടെ ഊന്നിപ്പറയുവാൻ പോകുന്നത്. 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതിന് നയമത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു. എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു. എന്നാൽ ആത്മാവ് എൻ്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു. സ്ഥാനത്തിനു വേണ്ടി ഓടുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇരിക്കുന്ന ഈ മനുഷ്യൻ മറുപടി നൽകുവാൻ അവൻ അറിയാമെന്ന് സോഫർ പറയുന്നു. ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ താൻ തൻ്റെ എതിരാളിയേക്കാൾ എല്ലാം കൊണ്ടും യോഗ്യത കൂടുതലുള്ള ആളാകുന്നു എന്ന് മാത്രമേ ഓരോരുത്തരും പറയൂല്ലേ. അല്ലാതെ പറയുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. തൻ്റെ കൂടിയ യോഗ്യത ആരോടും വിളിച്ചു പറയുവാൻ മടിയുമില്ല. എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവന് മാന്യത നഷ്ടപ്പെടുന്നു. ഇവിടെ ഈ മനുഷ്യൻ സോഫർ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ വരുന്നു. താൻ ഇതിനു മുൻപ് ഉപയോഗിച്ച അതേ മാർഗത്തിൽ അതേ വാദത്തോടെ തൻ്റെ ആ കേസ് അവതരിപ്പിക്കുവാൻ അവൻ പോകുകയാണ്. കാലങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത താൻ വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്നാണ് അവൻ പറയുന്നത്. അതെ, അതെന്താണ്? 4-ാം വാക്യം, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ? ഇതാ ഇവിടെ അത് അവൻ്റെ വിശേഷമായ ഉപസംഹാരം ഇവിടെ കാണുന്നു. അത് അവൻ തൻ്റെ ഭൂതകാലം എന്ന ആ ടെസ്റ്റ് ട്യൂബിലേക്കൊഴിച്ച് സത്യമെന്ന് കണ്ടിരിക്കുന്നു. 5-ാം വാക്യത്തിൽ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ, വഷളൻ്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഇതാകുന്നു അവൻ്റെ കാലങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. വഷളൻ്റെ, അതായത് കപടഭക്തൻ്റെ സമയം എത്രമാത്രമുണ്ട്. ചിലപ്പോൾ തോന്നും ദുഷ്ടൻ വളരെയേറെ സമയം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന്. ഇവനെ എന്താ എങ്ങും പോകാത്തതെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അവർ ഒടുവിൽ ന്യായവിധിയിൽ വരും എന്നത് സത്യമാണ്.
6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും. അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും. അവൻ നാടകീയമായി തീരാവുന്നതാണ്. അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാലും. അതെ, ഈ പുസ്തകത്തിലെ ഭാഷ അപാരം തന്നെ. ഇതിലെ ഉന്നതമായ ഭാഷ പഠിക്കുവാൻ മാത്രം ഈ പുസ്തകം വായിക്കുന്നവരുണ്ട്. ക്രമേണ ദുഷ്ടൻ നശിക്കുമെന്ന്, പ്രഗത്ഭരെന്നും നീണാൾ വാഴുമെന്ന് ലോകം കണ്ടവരും അനേകർ ഇന്നില്ല. ലോകം അവരെ മറന്നു കഴിഞ്ഞു. ഇവിടെ അവർക്ക് നീണ്ട കാലം തന്നെ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ അവർ പോയിക്കഴിഞ്ഞു. ആരും ഓർക്കുന്നില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. 8ാം വാക്യത്തിൽ, അവൻ സ്വപ്നം പോലെ പറന്നു പോകും, അവനെ പിന്നെ കാണുകയില്ല. അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും, അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല. അവൻ്റെ ഇടം ഇനി അവനെ ദർശിക്കുകയുമില്ല. അവൻ്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപ യാചിക്കും. അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും. ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരാജയം മനുഷ്യനാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ സംക്ഷിപ്തത മനസ്സിലാക്കൂ. പാറകൾക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അവർ നമ്മോട് പറയും, ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന പാറയ്ക്ക് പോലും. എന്നാൽ മനുഷ്യൻ ഈ പറഞ്ഞത്രയും കാലം ആയില്ല ഈ ലോകത്തിൽ. അവൻ ഈ അടുത്തിടെ വന്നവനാണ്. പ്രിയ സുഹൃത്തെ, നമുക്ക് മുൻപിൽ ഒരു നിത്യതയില്ല എന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം മനുഷ്യനാണ്. അവൻ്റെ ജീവിതം ചുരുക്കമാണ്. ഒരു സ്വപ്നത്തെ പോലെ അവൻ പറന്നു പോകുന്നു. ദൈവം നിത്യത നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അത് അവിടെ ഇരിക്കുന്നതിനാൽ മനുഷ്യൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. സോഫർ ഇയ്യോബിനെ ദുഷ്ടനെന്ന് മാത്രമല്ല വഷളനെന്നും വിളിക്കുന്നു. ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ വീഴ്ചയെ വിശദീകരിക്കുന്നതാണ് സോഫറിൻ്റെ പ്രസംഗം മുഴുവൻ. അങ്ങനൊരു മനുഷ്യൻ ഉയർന്നെന്ന് വന്നേക്കാം, എല്ലാം കൊണ്ടും സമൃദ്ധിയിൽ ജീവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അത് കാണിക്കുന്നത് എന്തെന്നാൽ ഈ പറഞ്ഞ മനുഷ്യൻ്റെ വീഴ്ച വലുതായിരിക്കുമെന്നത്രേ. അതാകുന്നു ഇയ്യോബിന് സംഭവിച്ചത് എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കണമെന്നത്രേ അവൻ കരുതുന്നത്. 20ാം അധ്യായത്തിൻ്റെ 11, 15, 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. 11ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. 15ാം വാക്യം, അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. 19 മുതലുള്ള വാക്യങ്ങൾ, അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ചുപേക്ഷിച്ചു, താൻ പണിയാത്ത വീട് അപഹരിച്ചു. അവൻ്റെ കൊതിക്ക് പദം വരായികയാൽ അവൻ തൻ്റെ മനോഹര ധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല. 21ാം വാക്യം, അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കുകയില്ല, അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല. തീ കത്തിക്കുവാൻ വെച്ചിരിക്കുന്ന ഇന്ധനം പോലെയാകുന്നു ഈ പറഞ്ഞ മനുഷ്യൻ. അതത്ര ഇവിടെ അഭിപ്രായപ്പെടുന്നത്. അവൻ ഒരു ദുസ്വപ്നം പോലെയാകുന്നു, അത് മറഞ്ഞു പോകും. അവൻ്റെ ദുഷ്ടത അവൻ്റെ നാവിൻ കീഴെ മറച്ചു വെച്ചിരിക്കുന്ന മധുരമുള്ള ആഹാരം പോലെയാകുന്നു. എന്നാൽ അത് അവനിൽ കയ്പായിത്തീരും. അവൻ കഴിക്കുന്ന ഭക്ഷണം പോലെയാകുന്നു അത്. ദ്രോഹിച്ചവരോട് നിരപ്പാകുവാനും കൊടുക്കേണ്ടത് കൊടുത്തു തീർക്കുവാനും ദൈവം അവനെ നിർബന്ധിക്കും. 23ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേലയക്കും. അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻ്റെ മേൽ വർഷിപ്പിക്കും. അവൻ്റെ അത്യാഗ്രഹം അധികമാണെങ്കിൽ തന്നെ അവൻ ദരിദ്രനായിത്തീരും. അതിനേക്കാളൊക്കെ കഷ്ടം, ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേൽ അയക്കും. 26 മുതൽ, അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു, ആരും ഊതാതെ തീക്ക് അവൻ ഇരയാകും. അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും. ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. 28ാം വാക്യം, അവൻ്റെ വീട്ടിലെ വരവ് പൊയ്പോകും, അവൻ്റെ കോപത്തിൻ്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും. ആരും ഊതാതെ തീക്കവൻ ഇരയാകും. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവനൊരു ആളിക്കത്തുന്ന തീയാകും. അവൻ്റെ അഭിവൃദ്ധി മുഴുവൻ തീജ്വാലയിൽ എരിഞ്ഞടങ്ങും. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവും കാണുകയില്ല എന്ന് ചുരുക്കം. അവൻ ഇത്രയും പറഞ്ഞതെല്ലാം ചുരുക്കമായി പറയുന്നത് 29ാം വാക്യത്തിൽ, ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവുമാകുന്നു. താൻ ഇവിടെ പറയുന്ന ദുഷ്ടൻ ഇയ്യോബ് തന്നെയാണെന്ന സ്വരത്തിലാണ് സോഫർ സംസാരിക്കുന്നത്. പൊതുവായ ഒരു സത്യം പറയുന്നുവെങ്കിലും ഇയ്യോബിനെ കുത്തുകയാണ്. ഇയ്യോബിൻ്റെ ആ അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും കൈപ്പേറിയ വാക്കുകളാണിവ. എന്നാൽ അതിന് മറുപടി നൽകുവാൻ ഇയ്യോബ് തയ്യാറാണ്. അവൻ അവനെ തന്നെ ന്യായീകരിക്കുവാൻ പോകുകയാണ്.
അവൻ വളരെ ശക്തമായി തന്നെ വരുന്നതാണ്. 21 അധ്യായത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ഇയ്യോബ് സോഫറിന് കൊടുക്കുന്ന മറുപടിയാണ് നാം കാണുവാൻ പോകുന്നത്. നാം ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഈ സംവാദത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ പാഠം എന്തെന്നാൽ, ദൈവസന്നിധിയിലിരുന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ഓരോ കാര്യങ്ങൾ, നന്മയായിക്കൊള്ളട്ടെ തിന്മയായിക്കൊള്ളട്ടെ, ദൈവത്തോട് മറുതലിക്കാതെ, ദൈവത്തോട് വാഗ്വാദം നടത്താതെ, വാദിക്കാതെ അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തോട് വാഗ്വാദം നടത്തി നാം ശരിയെന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചാൽ അത് മണ്ടത്തരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് നമ്മെ നയിക്കുന്ന സ്നേഹവാനായ പിതാവാണ് നമ്മുടെ ദൈവം. ആ സ്നേഹം താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? അതറിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അതിനായി സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.